ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനാ ലൈനിലേക്ക് സ്നേഹപൂർവ്വം വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, എല്ലാ വിദ്യാർത്ഥികളെയും, യുവജനങ്ങളെയും, ദമ്പതികളെയും, ഏകസ്ഥരെയും, പ്രേക്ഷിതരെയും, സഹനപ്പൂക്കളെയും പ്രാർത്ഥനയോടെ ഞാൻ കാണുകയാണ്. ഈശോയുടെ കരങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തെ തേടുന്ന കുറെ മനുഷ്യരുണ്ട്. ചില കുടുംബങ്ങളിൽ തീരാത്ത ദുഃഖങ്ങളാണ്, ചില ജീവിതങ്ങളിൽ തോരാത്ത കണ്ണുനീരാണ്. എന്താണ് ഈ കണ്ണുനീരിന്, എന്താണ് കുടുംബത്ത് ഈ പ്രതിസന്ധികളൊക്കെ കടന്നു പോകാത്തതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, ദൈവമായ കർത്താവ് നമ്മോട് പറയുന്ന ഒറ്റ കാരണമാണ്: കുടുംബത്തിന്റെ കെട്ടുകൾ അഴിയാൻ നീ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വചനം ശ്രവിച്ച്, വചനം വായിച്ച്, കൂദാശകൾ സ്വീകരിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കുക. ഇതാ വചനം തരുന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. അതിരാവിലെ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മകളെ, പ്രാർത്ഥന ജീവിതവും ജീവിതം പ്രാർത്ഥനയുമാക്കിയിരിക്കുന്ന യേശുവാണ് ഈ തിരുവചനം നമ്മോട് പറഞ്ഞത്. യേശുവിന്റെ ശിഷ്യന്മാർക്ക് യേശുവിൽ കണ്ട ഏറ്റവും വലിയ സുഹൃത്തം പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞത്, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. പ്രാർത്ഥന ഒരു ബന്ധമാണ്. അത്യുന്നതനായ ദൈവവുമായുള്ള ബന്ധം, സർവശക്തനായ ദൈവവുമായുള്ള ബന്ധം. ഈ ബന്ധം പിശാചിന് കലിപ്പുണ്ടാക്കുന്നതാണ്. നീ ആരോടെങ്കിലൊക്കെ ബന്ധം കൂടിക്കുക, പക്ഷേ ദൈവത്തോട് ബന്ധം കൂടാൻ പാടില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കാൻ പിശാച് എല്ലാ കുതന്ത്രങ്ങളും അവൻ ഓരോ വ്യക്തികളിലും ഒരുക്കും. പ്രാർത്ഥനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന കാഴ്ചകൾ, സംസാരങ്ങൾ, സൗഹൃദങ്ങൾ, തെറ്റായ ബന്ധങ്ങൾ, അഡിക്ഷൻസ്, ലഹരി വസ്തുക്കളോടുള്ള കാര്യങ്ങൾ, പ്രേമം, ഇങ്ങനെ ഒട്ടനവധി വ്യക്തികളെ ഈ ദൈവവുമായുള്ള ബന്ധത്തിന് പിടിച്ചു വലിച്ചു മാറ്റി കൊണ്ടുപോകുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥന വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആനന്ദ നിമിഷമാണ്. ലൗകിക കാര്യങ്ങളിൽ വ്യാപൃതമായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, പ്രാർത്ഥിക്കാൻ സമ്മതിക്കുകയില്ല. എവിടെ പ്രാർത്ഥന അവസാനിക്കുന്നുവോ അവിടെ പാപം തലപൊക്കുന്നു. പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ സാധിക്കുന്നില്ല, പ്രചോദനങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഒരു ദുരന്തം. ഓർക്കണേ, പ്രാർത്ഥന ഒരു സാധാരണ മനുഷ്യനെ അസാധാരണ വ്യക്തിയാക്കി മാറ്റും. നമുക്കും ഇതുപോലെ ഒരു ജീവിതത്തിന്റെ ഒരു അസാധാരണമായ വ്യക്തിത്വത്തിന്റെ, അസാധാരണമായ വിജയത്തിന്റെ, അസാധാരണമായ സമാധാനത്തിന്റെ ഒരു വ്യക്തിയായി മാറേണ്ടേ? തീർച്ചയായും മാറണം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുവാൻ ഒരു സെക്കൻഡ് പോലും സമ്മതിക്കാത്ത ചില വ്യക്തികളുണ്ട്. ഓർക്കണേ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പിശാചിന്റെ കണ്ണിലെ കരടാണ്. അവൻ എല്ലാ കുതന്ത്രങ്ങളും ഒപ്പിക്കും. അതുകൊണ്ട് മക്കളെ, പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം, പ്രാർത്ഥിക്കാൻ ഒരു സമയം, പ്രാർത്ഥിക്കുവാൻ ഒരു നിമിഷം നീ കണ്ടെത്തണം. അതിന് എളുപ്പമാണ് ഈ തിരുവചനം എന്ന് മനസ്സിൽ ഓർക്കുക. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും, ഈ കൂട്ടായ്മയോടും, ഇത് ഷെയർ ചെയ്യാൻ കാത്തിരിക്കുന്ന സർവ്വ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.